എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ളത് വേണം. ഇപ്പോൾ ഒരുപാട് നേരം വെളുക്കാറായി കേട്ടോ, 6 മണി രണ്ടായി. ഞാനിപ്പം ചായ എന്താ വെച്ചത്, നമുക്ക് ചായ ഉണ്ടാക്കാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് രാവിലെ ചായ വെച്ച് തുടങ്ങിയിട്ട് തന്നെ ആരംഭിക്കാം ഇന്നത്തെ ഒരു ദിവസം. ഇത് ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വല്ലതും മീഷോയിൽ നിന്ന് വാങ്ങിച്ച ബോട്ടിൽസാണിത് കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളത് കാണുന്നത്. അപ്പം നമുക്ക് എന്താണ് പഞ്ചസാരയും തേയിലയും കോഫിയൊക്കെ ഇട്ട് വെക്കാനുള്ള അതിങ്ങനെ പേരുകൾ എഴുതിയിട്ടുള്ള ബോട്ടിൽസാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് അത് ഞാൻ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ നമ്മുടെ ചായ തിളച്ച് പൊങ്ങി വന്നിരിക്കുന്നു. അങ്ങനെ നമുക്ക് ചായ ഒഴിക്കാം. ചായ ഒഴിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നേരം വെളുത്തിട്ടാണ് എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. അണ്ണന് കാപ്പി മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു അതുകൊണ്ട്. അപ്പോൾ നമ്മളിന്ന് ഗോതമ്പിൻ്റെ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പിൻ്റെ മടക്കപ്പം എന്ന് പറയും. അതായത് നമ്മൾ ഈ ഇലയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് പോണക്ക് തന്നെ അതിനകത്ത് ഈ ദോശ പോണക്ക് ഉണ്ടാക്കി തിരിച്ച് മറിച്ച് വിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ചസാരയും തേങ്ങയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇലയപ്പം മടക്കുന്നത് പോണക്ക് മടക്കിയെടുക്കും. അപ്പം അത് ഇങ്ങനെ അതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, കഴിക്കാനിങ്ങനെ നമുക്ക് മധുരം തേങ്ങയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ മടക്കപ്പം അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചക്കത്തേക്ക് അണ്ണന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു, അവർക്ക് ചോറിന്ന് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് കാപ്പിയിൽ ഒതുക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പങ്ങൾ ഓരോന്നായി നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് പാർത്തമോനും എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടി തുടങ്ങിയാൽ മതി. കാരണം പിന്നെ ഇനി ഞാനിവിടെ അമ്മയും ഞാനും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട്. പിന്നെ ഈ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ വെള്ളം കൂടിയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഈ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ? കാരണം എനിക്ക് വളരെ മോശമായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുള്ള ആളുകൾക്കും എല്ലാം വളരെ മോശം തുടക്കമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ചോദിക്കുന്നത്, ഇനി എന്താണാവോ എന്തോ. എന്തായാലും നമ്മൾ ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. പാർത്തൻ ഗോതമ്പിൻ്റെ ഐറ്റങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ട് അവന് വേണ്ടി ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് കരുതി. പുട്ടിനകത്ത് ക്യാരറ്റാണ് ചിരുകി വെച്ചേക്കുന്നത് കേട്ടോ, ചിരകി പോലും ചീകി വെച്ചേക്കുന്നത്. കാരണം തേങ്ങ വെച്ചിട്ട് പുട്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ അതിൻ്റെ തേങ്ങ മൊത്തം പറക്കിയെടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് പുട്ട് മാത്രം കഴിക്കും. സാധാരണ ഞാനൊക്കെ ആണെങ്കിൽ പുട്ടുണ്ടാക്കുമ്പോൾ തോനെ തേങ്ങ അരിപ്പൊടിക്കകത്തും ഞെവിടും, എന്നിട്ട് കുറ്റിക്കകത്തും ലെയറായിട്ട് തേങ്ങ വെക്കും, എന്നിട്ടാണ് പുട്ടുണ്ടാക്കി കഴിക്കുന്നത്. പക്ഷേ ഇവൻ അങ്ങനെയല്ല. പുട്ടിനകത്ത് തേങ്ങ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവ തേങ്ങ എല്ലാം പറക്കി മാറ്റിയിട്ട് പുട്ട് മാത്രമായിട്ട് കഴിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് എൻ്റെ മോന്. അങ്ങനെ നമ്മുടെ പുട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിയും നനയെല്ലാം കഴിഞ്ഞിട്ട് പാർത്തമോൻ പോവുകയാണ്. അണ്ണൻ പോകുന്നത് കാണിക്കാനെന്ന് പറഞ്ഞാൽ എന്നും കാണിക്കുന്നതല്ലേ. പിന്നെ പാർത്തൻ നാണ്ട് പോകുന്നു. പാർത്തൻ ഒരു കൂട്ടുകാരനെയും കൂടെ കിട്ടി കേട്ടോ, കാര്യം പറഞ്ഞു പോകാനായിട്ട്. പാർത്തനും പോയി. ഇനി ആശാനും വിളക്കും എന്ന് പറയുന്ന പോലെ വീടും ഞങ്ങളും മാത്രമേ ഉള്ളൂ. ഇനി വൈകിട്ടാവണം എല്ലാവരും വരാൻ. ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ യോഗ ചെയ്യാനും വേണ്ടി മാറ്റെടുത്ത് നൂത്തിട്ടതാണ്. അന്നേരം അമ്മയും മക്കളും കൂടെ വന്നിട്ട് അവരുടെ യോഗ ചെയ്യൊക്കെ വരുന്നതിനാണ്. മാറ്റം കൊണ്ട് നൂത്തിട്ടപ്പോഴത്തേക്കിന് ഇവർ ചാടി വന്ന് കളിക്കാൻ തുടങ്ങി. പിന്നെ ഇവരെ കളി കണ്ടപ്പോൾ എനിക്കിങ്ങനെ എടുത്ത് ഓടിച്ച് കളയാനും തോന്നിയില്ല കേട്ടോ. പിന്നെ അവർ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ യോഗ ചെയ്യാൻ തുടങ്ങിയത്. ഈ പെണ്ണെ, നിനക്ക് യോഗ ചെയ്യാൻ നല്ലത്. എനിക്ക് യോഗ ചെയ്യാനായിട്ട് നൂത്തിട്ടതാ കേട്ടോ. ഞാൻ ഈ യോഗ ചെയ്യുന്ന വീഡിയോ ഇടുന്നെന്നും പറഞ്ഞിട്ട് ഞാനൊരു യോഗാചാര്യനോ ഒന്നുമല്ല. പിന്നെ ഞാൻ യോഗയുടെ ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പാഠങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എനിക്ക് തുടർന്ന് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ എന്നും രാവിലെ ചെയ്ത് നോക്കാറുണ്ട്. നമ്മൾ എക്സർസൈസ് ചെയ്യുന്നത് പോണക്ക് തന്നെയുള്ള ഗുണമാണല്ലോ നമ്മൾ ഈ യോഗ ചെയ്യുമ്പോഴും കിട്ടുന്നത്. പിന്നെ സൂര്യ നമസ്കാരമൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എന്നും ചെയ്ത് നോക്കാറുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ആർക്കെങ്കിലും ഇത് തെറ്റുകുറ്റമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. എൻ്റെ അവിടെ ക്ലാസ്സിന് പോയി ഞാൻ മനസ്സിലാക്കിയ കുറച്ച് അറിവുകൾ മാത്രമാണിത്. അത് ഞാൻ എന്നും ചെയ്യാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കാണിക്കാവുന്ന കരുതിയത്. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടീസിലേക്ക് കിടക്കണം, ബാക്കിയുള്ള പരിപാടീസിലേക്ക്. അപ്പോൾ നമുക്ക് കിടന്നാലോ?
വലിയ കുഞ്ഞുങ്ങളായിട്ടും ഇപ്പോഴും പാല് കുടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടോ. ഇത് കാണിച്ചു തന്നെ ഞാൻ നിങ്ങളെ. പക്ഷെ പെട്ടെന്ന് അവരങ്ങ് മാറുകയും ചെയ്തു. നമ്മുടെ പുളിയാണ് കേട്ടോ, ഇരുമ്പിപ്പുളി. ഈ പ്രാവശ്യവും നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് പിച്ചണം. കുറച്ച് ഞാൻ പിച്ചി, എനിക്ക് എത്തുന്ന ഭാഗങ്ങളിലൊക്കെ ഞാൻ പിച്ചിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിച്ചി പുളിയുമായിട്ട് നമുക്ക് പെരയ്ക്കകത്തേക്ക് പോകാം. അന്നേരം വേണം നമ്മുടെ മുറ്റത്ത് നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇവിടെ ഞങ്ങളുടെ മുളക് പൊടിയൊക്കെ തീർന്നു, അപ്പം നമുക്ക് മല്ലി ഉണങ്ങി ഒരു ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കവറിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. മുളക് ഉണങ്ങാൻ ഇച്ചിരി താമസം വന്നു. അപ്പം കഴിഞ്ഞ ദിവസവും ഒരു ദിവസത്തെ വെയിൽ കൊണ്ടു, അന്നെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ് വെയിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഉണങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ ഒന്ന് വെയിലത്തെടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമുക്കിനി അടുത്ത ദിവസം പൊടിപ്പിക്കാൻ കൊണ്ടുവന്നതിൻ്റെ അന്ന് ഒന്നും കൂടി ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ചിട്ട് കൊണ്ടുപോയി പൊടിപ്പിക്കാമെന്ന് കരുതി. ഞങ്ങളിവിടെ മുളക് പൊടി പാക്കറ്റായിട്ട് വാങ്ങിക്കാറില്ല. ഇതേ കണക്ക് മുളകും മല്ലിയൊക്കെ വാങ്ങിച്ചിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിപ്പിച്ചെടുക്കാറാണ് പതിവ് കേട്ടോ. അതാ നമുക്ക് ഒന്നുകൂടി നല്ലത്. കാരണം മറ്റേത് കുറച്ച് പാക്കറ്റിനകത്ത് വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനു വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കാനും തികയത്തില്ല. ഇതാവുമ്പം നമുക്കിങ്ങനെ വാങ്ങിച്ച് പൊടിപ്പിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. വേണ്ട നമ്മുടെ മല്ലി ഞാനിങ്ങനെ ഉണക്കി കവറിനകത്ത് കെട്ടി തന്നെ വെച്ചേക്കുക, ആ ഒരു ചൂടൊന്നും പോവാതിരിക്കാനും വേണ്ടി. പിന്നെ നമുക്ക് നമ്മുടെ കറിയൊക്കെ ആയിരുന്നു. ചെങ്കലവ കറി വെച്ചായിരുന്നു, പിന്നെ ചെങ്കലവ വറുത്തായിരുന്നു. രണ്ടെണ്ണേ വറുത്തുള്ളൂ, കാരണം ഞാനും അമ്മയും മാത്രമേ ഉള്ളല്ലോ, അതുകൊണ്ട് ഉച്ചക്കത്തേക്ക്. പിന്നെ പയറ് തോരനുണ്ട്, പിന്നെ കിഴങ്ങ് ഉള്ളിയെല്ലാം കൂടി ഇട്ടൊരു ഒഴിച്ച് കറി വെച്ചിട്ടുണ്ട്, പിന്നെ ചോറുണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇതാ ഈ പരിപാടിയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. നമ്മുടെ പുളി അരിയണം, അരി വെയിലത്തിട്ട് ഉണക്കണം. നല്ല വെയിലല്ലയോ, അരിഞ്ഞ് വെയിലത്ത് വെക്കണം, ഉണക്കി ഒരു ടിന്നിനകത്തിട്ട് വെക്കാമെങ്കിൽ നമുക്ക് ഈ അച്ചാറിന്റെ ഒക്കെ സീസൺ കഴിയത്തില്ല. അതായത് ഈ പുളിയുടെ സീസൺ കഴിയുമ്പോൾ നമുക്ക് അച്ചാറൊക്കെ ഇടാം. അപ്പൊ ഇനി ടാസ്ക് ഇതാണ്. നമ്മൾ പിച്ചിയതാ, ഇനിയും പിച്ചത് ഇപ്പൊ ഉണ്ട്, കുറച്ചേ പിച്ചിയുള്ളൂ. ഇനി പിച്ചണമെങ്കിൽ പാർത്തമ്മ വരണം സ്കൂളിൽ നിന്ന്, കാരണം അതിനകത്ത് കയറണം. എനിക്ക് കയറാനൊന്നും ഞാൻ കസേര നീക്കിയിട്ട് പിച്ചിയതാ. അതാണ് നമ്മുടെ പിച്ചാത്തി. നല്ല സെറ്റ് പിച്ചാത്തി കേട്ടോ, നന്നായിട്ട് മുറിയും. എന്റെ കൈ 2-3 വട്ടം മുറിയുകയും ചെയ്ത്, അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല പിച്ചാത്തിയാ. വാങ്ങിക്കുന്നവരാരെങ്കിലും ഒക്കെ വാങ്ങിച്ചു, സൂപ്പർ പിച്ചാത്തിയാ, നല്ല അടിപൊളിയായിട്ട് മൂർച്ചയുള്ള പിച്ചാത്തി. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇത് ഇതിനകത്ത് പണിയാൻ നിൽക്കുക. പിച്ചാത്തി ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇത് കഴിഞ്ഞായിരിക്കും കാണുന്നത്. അങ്ങനെ നമ്മുടെ പുളി അരിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് തിരുമിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കണം. വെയിലത്ത് ഒരു ദിവസം കൊണ്ടൊന്നും ഉണങ്ങത്തില്ലല്ലോ, പിന്നെ ഇത് ഉണങ്ങി കഴിയുമ്പോഴും ചുരുങ്ങുകയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.